everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. It's me Lerin Ma'am, physics master teacher. അപ്പം +1 ക്രിസ്മസ് എക്സാം കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും കുറച്ചൊരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടായിരിക്കും എന്താണ്? Yes, 45 chapters ഉണ്ട്. ആൻഡ് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ഉള്ളത് വെറും 7 ദിവസമാണ്, അല്ലെ? ഇനി മുന്നിലുള്ളത് വെറും 7 ദിവസമാണ്. ഈ 7 ദിവസത്തിനുള്ളിൽ 45 ചാപ്റ്റേഴ്സും നമ്മളെ കൊണ്ട് നടക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ അഫ്കോഴ്സ് നിങ്ങൾക്കറിയാം, ഒരു പ്രിപ്പറേഷനും ഇതിന് മുമ്പും ഇല്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ആൻഡ് ഈ ഒരു 45 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷും അതുപോലെ തന്നെ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജും ഇൻക്ലൂഡ് ചെയ്യാതെയാണ്. ഓക്കെ, അതായത് നമ്മുടെ മെയിൻ സബ്ജക്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്തമാറ്റിക്സ്, ഈ 4 സബ്ജക്റ്റിൽ നിന്നുമാണ് നമ്മൾ പറയുന്നത് ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എക്സാമിനുണ്ട് നിങ്ങളുടെ സ്കീം ഓഫ് വർക്ക് അനുസരിച്ചിട്ട്. അപ്പോൾ ഈ 45 ചാപ്റ്റേഴ്സും 7 ദിവസമാണുള്ളത്. സോ ഇത് എങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് ഇനിയുള്ള എന്താ പറയുക വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയം കൊണ്ട് എങ്ങനെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴാണ് നമ്മൾ നേരെ എവിടേക്ക് പോകുന്നത്? ടൈം ടേബിളിലോട്ട് പോകുന്നത്, അല്ലെ? ടൈം ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 12-ാം തീയതി തുടങ്ങി 22-ാം തീയതിയാണ്, 22 ഡിസംബറോട് കൂടെ നമ്മുടെ എക്സാംസ് ഫിനിഷ് ചെയ്യും. സോ ഓൾമോസ്റ്റ് നമുക്ക് എന്താ പറയുക 11 ദിവസം, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക റൗണ്ട് ചെയ്തിട്ട് ഒരു 10 ദിവസം എന്ന് വേണമെങ്കിലായിട്ട് പറയാനായിട്ട് പറ്റും. അങ്ങനെ ഒരു 10 ദിവസത്തിൽ നടക്കുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ 12-ാം തീയതി നമ്മുടെ വേറൊരു സബ്ജക്റ്റും അല്ല, നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ആൻഡ് ഓൾസോ 11-ാം തീയതി നിങ്ങളുടെ ഇംഗ്ലീഷ് ആണ് വരുന്നത്. അപ്പം ഈ 2 ലാംഗ്വേജസ് ആണ് ഫസ്റ്റ് 2 എക്സാമിന് വരുന്നത്. അതായത് 13-ാം തീയതി. ഓക്കെ, അപ്പൊ 12-13 നമുക്ക് എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ലാംഗ്വേജസ് ആണ് വരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് കുറച്ചും കൂടെ ലിബറൽ ആണ്. പക്ഷേ ഇംഗ്ലീഷ്, അതായത് നമ്മുടെ ഈ ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ടല്ലോ, അത് നമ്മൾ പ്രിപ്പയർ ചെയ്യാതെ പോയിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ ലാംഗ്വേജ് അല്ലേ എന്നുള്ളൊരു ലാഘവത്തോടു കൂടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രിപ്പറേഷൻ വേണം. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ 2 ലാംഗ്വേജ്, അതായത് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജിനും ഫസ്റ്റ് ലാംഗ്വേജിനും വേണ്ടിയിട്ട് നമ്മളൊരു ലാസ്റ്റ് 2 ഡേയ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യും. അതായത് നമ്മുടെ 10-ാം തീയതിയും 11-ാം തീയതിയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ആർക്കാ കൊടുക്കുന്നത്? യെസ്, നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജിനും അതേപോലെ തന്നെ, അതായത് ഡിസംബർ 10, ഡിസംബർ 11. ഓക്കെ, ഈ 2 ദിവസവും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് എങ്ങോട്ടാ കൊടുക്കുന്നത്? യെസ്, നമ്മുടെ സ്വന്തം ലാംഗ്വേജസിന് വേണ്ടിയിട്ടാണ്. അതായത് 12-ാം തീയതിയും 13-ാം തീയതിയും നടക്കുന്ന നമ്മുടെ എക്സാംസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എത്ര ദിവസം ഉണ്ട്? 5 ഡേയ്സ് ആണ് ഇനി നമ്മുടെ കണക്കനുസരിച്ചിട്ടുള്ളത്. ഈ 5 ദിവസം കൊണ്ട് 45 ചാപ്റ്റേഴ്സ് എന്നുള്ളത് പോസിബിൾ ആണോ? പോസിബിൾ അല്ല. ഓക്കെ, ഒന്നും പഠിക്കാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും വർക്ക്ഔട്ട് ആവത്തില്ല. പക്ഷെ നമുക്ക് ടൈം ടേബിൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ 12-ാം തീയതിയും 13-ാം തീയതിയും ഈ ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വരുന്നത് 14-ാം തീയതി ഏതാണ് വരുന്നത്? യെസ്, നമ്മുടെ കെമിസ്ട്രി ആണ് വരുന്നത്. ആൻഡ് 15-ാം തീയതി മാത്തമാറ്റിക്സ് ആണ് വരുന്നത്. ഓക്കെ അല്ലെ? 14-ാം തീയതി കെമിസ്ട്രി ആണ്, 15-ാം തീയതി മാത്തമാറ്റിക്സ് ആണ്. ആൻഡ് മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനുള്ളത് 12 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ അല്ലെ? 12 ചാപ്റ്റേഴ്സ്. കെമിസ്ട്രിയിലാണെങ്കിൽ 7 ചാപ്റ്റേഴ്സ്. അപ്പൊ കെമിസ്ട്രി എന്തായാലും നിങ്ങളുടെ കയ്യിൽ സേഫ് ആണ്, കാരണം നമ്മുടെ 10 ഡേയ്സ് ചാലഞ്ചിൽ കെമിസ്ട്രി ഉണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക നമ്മുടെ 10 ഡേയ്സ് ചാലഞ്ചിനോടൊപ്പം തന്നെ പോവുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം 7 ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയുടെയും 12 ചാപ്റ്റേഴ്സ് എന്താ പറയുക മാത്തമാറ്റിക്സിന്റെ ആണ് നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ളത്. സോ തീർച്ചയായിട്ടും അതൊരു ടാസ്ക് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടാസ്ക് തന്നെയാണ്. അതായത് 19 ചാപ്റ്റേഴ്സ് നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടത് എത്ര സമയം കൊണ്ടാണ്? യെസ്, 5 ദിവസം കൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കും എക്സാമിന് നമ്മുടെ ഇംഗ്ലീഷ് എക്സാം അല്ലെങ്കിൽ ലാംഗ്വേജ് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് പഠിച്ചൂടെ? എടാ, ആ സമയത്ത് നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ വരും, ഓട്ടോമാറ്റിക്കലി നമുക്ക് ടെൻഷൻ വരും. നമ്മൾ എത്ര വിചാരിച്ചാലും നമുക്ക് ആ ടെൻഷനിൽ നിന്നൊരു എന്താ പറയുക എസ്കേപ്പ് ആവാനായിട്ട് പറ്റത്തില്ല. യൂഷ്വലി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ടെൻഷൻ കാരണം നമുക്ക് നമ്മുടെ റിസൾട്ട് ഒന്നും മാറ്റാൻ പറ്റില്ല, വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചു നമ്മളൊന്ന് കരഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി എന്താ പറയുക നമ്മൾ ഓക്കെ അല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ ആരും ആ എക്സാം മാറ്റി വെക്കാനും പോകുന്നില്ല. ഇത് നിങ്ങളെ ഇന്റേണൽ മാർക്കിനെ ബാധിക്കുന്ന ഒരു എക്സാമും കൂടെയാണ്. അത്രയും സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ ക്രിസ്മസ് എക്സാമിനെ കാണണം കേട്ടോ. അത്രയും സീരിയസ് ആയിട്ട് കാണണം, കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ഒരു മുന്നോട്ടേക്കുള്ള ജേർണിയിൽ ഈ ഒരു എക്സാമിനുണ്ട്, ക്രിസ്മസ് എക്സാമിനുണ്ട്. അത് നോട്ട് ജസ്റ്റ് എന്താ പറയുക ഇന്റേണൽ മാർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി ഇത്രയും ടോപ്പിക്സ്, നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോഡൽ എക്സാം 15-ാം തീയതി വരാൻ പോകുന്ന മോഡൽ എക്സാമിന് നിങ്ങൾക്ക് വളരെയധികം യൂസ് ആയിരിക്കും. കാരണം ഓൾറെഡി അത്യാവശ്യം ബൾക്ക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ച് നിങ്ങളൊരു എക്സാം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. ആ കോൺഫിഡൻസ് വരണമെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ കോൺഫിഡൻസ് വരത്തുള്ളൂ.
അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ 19 ചാപ്റ്റേഴ്സ് ഇൻ 5 days. അത് നിങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. ഓക്കെ, എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒരുപാട് ഡെപ്തിൽ പോകാതെ, കാരണം ഇനി ഡെപ്തിൽ പോകാനുള്ള സമയമില്ല. കാരണം ഇത് സത്യം പറയുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2.5 days ആണ്. ഓക്കെ, 2.5 days. ഇതെല്ലാം വർക്കിംഗ് ഡേയ്സ് ആണ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് പറയുവാണെങ്കിൽ 10ാം തീയതി മാത്രമാണ് ഒരു സൺഡേ വരുന്നത്. ഓക്കെ അല്ലെ, അതല്ലാത്ത ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ഡേയ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് ഈ 2.5 ഡേ 2.5 ദിവസത്തില് എത്ര മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും? ഓക്കെ, ആ സമയത്ത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്, നിങ്ങൾക്ക് ഡെപ്തിൽ പോകാൻ പറ്റുമോ എന്നുള്ളത്. സോ ഓൾറെഡി ഒരു റിവിഷൻ കഴിഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം സെറ്റ് ആയിട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക് അല്ല ഇത്. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഇതുവരെ ചെയ്യാത്തവർക്ക് ഇതൊരു ടാസ്ക് ആണ്. ഓക്കെ അല്ലടാ. അപ്പം നമ്മൾ എന്തായാലും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു 2.5 ദിവസം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 2 സബ്ജക്റ്റുകൾ പഠിക്കും. അതിനുശേഷം അതായത് 14ാം തീയതി 15 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എക്സാം വരുന്നത് 21ാം തീയതി, അതായത് 5 ദിവസങ്ങൾക്ക് ശേഷം. ഓക്കെ അല്ലെ, 21ഉം 22ഉം. 21ാം തീയതി വരുന്നത് ഫിസിക്സ് ആണ് ആൻഡ് 22ാം തീയതി വരുന്നത് ബയോളജി ആണ്. ഓക്കെ അല്ലെ, 21ന് ഫിസിക്സിൽ നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളത് 11 ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. 11 ചാപ്റ്റേഴ്സ് ആണ്. ആൻഡ് നിങ്ങൾക്ക് ബയോളജി ബോട്ടണി പ്ലസ് സുവോളജിയിൽ നിങ്ങൾ ഓൾമോസ്റ്റ് കവർ ചെയ്യേണ്ടത് 7+8 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ സുവോളജിയിൽ നിങ്ങൾക്ക് അറിയാം ലോക്കോമോഷന്റെ 17.22 വരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ഓൾമോസ്റ്റ് ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സിന് അഗെയിൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? 5 days കിട്ടും. ഓക്കെ അല്ലെ, അഗെയിൻ ഒരു സബ്ജക്റ്റിന് 2.5 days വെച്ചിട്ടാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ അല്ലടാ, അഗെയിൻ 2.5 days വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമുക്ക് അവിടെ ആ പ്രിപ്പറേഷൻ, അതായത് നമുക്ക് ഇപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ കുറച്ച് സമയം മാത്രം ഫിസിക്സിനും ബയോളജിക്കും വേണ്ടി സ്പെൻഡ് ചെയ്യുക. മാക്സിമം ടൈം നിങ്ങൾ കെമിസ്ട്രിക്കും മാത്തമാറ്റിക്സിനും വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ആൻഡ് ലേറ്റർ ഓൺ, അതായത് കെമിസ്ട്രിയും മാത്തമാറ്റിക്സും കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫിസിക്സിലും ബയോളജിയിലും നമുക്ക് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. സോ മക്കളെ, നിങ്ങൾ ടൈം ടേബിൾ ഫിക്സ് ചെയ്യുമ്പോഴാണെങ്കിലും കൂടുതൽ പ്രിപ്പറേഷൻസ് നടത്തുമ്പോഴാണെന്നുണ്ടെങ്കിലും ഈ ഒരു സംഭവം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതല്ലാതെ നമ്മൾ ഇപ്പം എല്ലാം ഫിസിക്സും എന്താ പറയുക ബയോളജിയും പഠിച്ചു തീർത്തതിന് ശേഷം എന്താ പറയുക 13ാം തീയതി എക്സാം കഴിഞ്ഞ് വന്നിരുന്ന കെമിസ്ട്രി പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരുപാട് സംഭവങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് തലയിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 10% പോലും മക്കളെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ. അതായത് നമ്മൾ പഠിക്കാനുള്ളതൊക്കെ പ്രോപ്പറായി പഠിച്ചതിന് ശേഷം ഒരു റിവിഷൻ ആണെങ്കിൽ ഫൈൻ, പക്ഷെ ഫ്രഷ് ആയിട്ട് നമ്മൾ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു സബ്ജക്ട് ഒരു എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു 10% പോലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. സോ ആസ് ഏർലി ആസ് പോസിബിൾ നിങ്ങളുടെ പഠിപ്പൊക്കെ എന്താ പറയുക തീർത്ത് വെച്ചതിന് ശേഷം ആ ദിവസം ഒന്ന് റിവൈസ് ചെയ്യാനും മാക്സിമം നമ്പർ ഓഫ് PYQs ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ലെക്ചേഴ്സും നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, എല്ലാ ലെക്ചേഴ്സും A to Z എല്ലാ ലെക്ചേഴ്സും നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും കേട്ടല്ലോ. അതേപോലെ തന്നെ അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, ഓക്കെ, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്റ്റുകളിലെ എല്ലാ ലെക്ചേഴ്സും, അതായത് നിങ്ങൾക്ക് ഇനി എന്തൊക്കെ സപ്പോർട്ട് ഞങ്ങളിൽ നിന്ന് വേണോ അതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ എടാ മക്കളെ, നിങ്ങളോട് പറയാനുള്ളത് ഈ 45 ചാപ്റ്റേഴ്സ് ഇത്രയും തന്നെ പഠിക്കാനുണ്ട്. പ്ലസ് നമ്മുടെ എന്താണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ എന്താ പറയുക ലാംഗ്വേജസ്, ഓക്കെ, അതുകൊണ്ട്. അപ്പം അതുകൊണ്ട് സീരിയസ് ആയിട്ട് തന്നെ കാണാൻ, ഞാൻ പറഞ്ഞല്ലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഇത്. ക്രിസ്മസ് എക്സാം അല്ലേ, ബോർഡ് എക്സാം ഒന്നും അല്ലല്ലോ എന്നുള്ള ലാഘവത്തോടു കൂടെ ഒരിക്കലും ഇരിക്കരുത്. ആൻഡ് എസ്പെഷ്യലി നിങ്ങൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറച്ച് കാണരുത്. നിങ്ങൾ പഠിക്കാതെ പ്രിപ്പയർ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും മാർക്ക് കിട്ടത്തില്ല മക്കളെ, 100% ഉറപ്പോട് കൂടെ പറയുന്നതാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സപ്പോർട്ടിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് മോട്ടിവേഷൻ ഒക്കെ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ എങ്ങനെ നിങ്ങൾ ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടാക്കണം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ഞങ്ങൾ തരും. Stay tuned to Vedantu Malayalam channel for more videos and updates. Thank you so much. Bye bye.